ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവ് നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വെള്ളിയാഴ്ചയും നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വെളിപാട് പുസ്തകം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലും ക്ലാസ് അനുഗ്രഹകരമായി തരുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാപൂർവം നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഇപ്പോൾ പ്രിയ കർത്തൃദാസൻ റജിയെ ഓർമ്മിപ്പിച്ചതുപോലെ 2-ാം അധ്യായത്തിൽ നിന്ന് സ്മുർണ സഭയ്ക്കുള്ള ദൂതനെ കുറിച്ചാണ്. ആ ദൂതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊടുവിൽ നമ്മൾ ചിന്തിച്ചത്. ഈ സഭയുടെ ഒരു പ്രത്യേകത, സ്മർണ സഭ, അതിനൊരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പീഡിക്കപ്പെട്ട സഭ, പെർസിക്യൂട്ടർ ചർച്ച്. ഉപദ്രവം സഹിക്കേണ്ടി വന്ന ഒരു സഭയാണ്. ഞാൻ ഇതോട് ചേർത്തൊരു പ്രധാന കാര്യം പറയാം. എവിടെ പീഡനമുണ്ടോ അവിടെ ആത്മീയ ശക്തി ദൈവജനത്തിൽ ലഭിക്കും. പീഡനമില്ലെങ്കിൽ, എതിർപ്പില്ലെങ്കിൽ ആത്മീയ ശക്തി അതിൻ്റെ ആവശ്യമില്ലല്ലേ. അപ്പോൾ എവിടെ എതിർപ്പുണ്ടാകുന്നോ അവിടെ ദൈവശക്തി, ആത്മശക്തി അനുഭവിക്കുവാൻ സാധിക്കും. രണ്ടാമത് മറ്റൊരു കാര്യം, പീഡനം ഉണ്ടെങ്കിലേ സഭ വിശുദ്ധിയിലും ആത്മീക ശക്തിയിലും വളരും. ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമാണ്. പീഡനം സഭയ്ക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവജനം വളരെ വിശുദ്ധിയോടെ ജീവിച്ചു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിന് ജനത്തിന്റെ വിശുദ്ധിയോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പീഡനം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉപദ്രവം, സഭയ്ക്ക് ഉപദ്രവം ഉണ്ടായാൽ തദ്വാര അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന 2 ആത്മീക അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, ഒരാള് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് അറിയാനുള്ള ഒരു ഉപാധിയാണ് എന്താ പീഡനം, ഉപദ്രവം. ഇതൊരു വലിയ സത്യമാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, കപട വിശ്വാസികളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടെയാണ്. ഞാനതിങ്ങനെ പറയാം. ഉപദ്രവം ഉണ്ടായാൽ യഥാർത്ഥ വിശ്വാസികൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യും? ഉപദ്രവം ഉണ്ടായി അവൻ ഉറച്ചു നിൽക്കും. മറ്റേതോ, നമുക്ക് ഈ പണി വേണ്ട. അപ്പോൾ സത്യവിശ്വാസിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഉപാധിയാണ് പീഡനം എന്നത്. ഈ സഭയ്ക്ക് 2 വിധത്തിൽ അവര് അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഉപദ്രവമുണ്ട്, പിന്നെ കഷ്ടതയുണ്ട്. പെർസിക്യൂഷനും സഫറിങ്സും, ഇത് രണ്ടും രണ്ടാണ്. ഞാൻ ഇവ രണ്ടും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പെട്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കും. കർത്താവ് ഒരു ദോഷവും ആരോപിക്കാത്ത സഭയാണിത്, സ്മുർണ സഭ. ഒരു കുറ്റവും ഈ സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
നമ്മളുമായിട്ട് അത് എത്രമാത്രം യോജിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കുക 9-ാം വാക്യത്തില് എന്താ? കഷ്ടത അറിയുന്നു, കഷ്ടതയും ഉപദ്രവവും നമ്മൾ ചിന്തിച്ചത് കൊണ്ട് അടുത്തതിലേക്ക് പോകാം. എന്താ? ദാരിദ്ര്യവും പിന്നെ നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. സ്മൃണ സഭ ഒരു ദരിദ്ര സഭയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇവര് ദരിദ്രരായിത്തീരാനുള്ള കാര്യം. വളരെ സമ്പദ് സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു സ്മൃണ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസികളും സമ്പന്നരായിരുന്നു. എന്നാൽ വിശ്വാസത്തിൽ വന്നത് നിമിത്തമാണ് അവരുടെ ധനം കൊള്ളയടിക്കപ്പെട്ടു. ഇത് നമ്മൾ തിരുവെടുത്ത് വായിച്ചാല് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്. സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ വിശ്വാസികൾ നോക്കി നിൽക്കെ തന്നെയാണ് അവരുടെ സമ്പത്തുകൾ ഓരോരുത്തര് കൊണ്ടുപോകുന്നത്. അങ്ങനെ ദരിദ്രരായി തീർന്ന ഒരുപാട് വിശ്വാസികൾ അന്ന് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവര് സാമ്പത്തികമായി ദരിദ്രരാണ്. കണ്ടോ? സാമ്പത്തികമായി അഥവാ ഭൗതികമായി ഈ സഭ ദരിദ്രരാണ്. എന്നാൽ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് എന്താ? സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ട് നോക്കിയാൽ നിങ്ങൾ ആരാ? ദരിദ്രരാ. പക്ഷേ നിങ്ങള് ധനവാന്മാര് ആണ് താൻ അല്ലേ എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഈ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞു. ഇതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നു. അല്ല, വൈരുദ്ധ്യമല്ല. സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ട് ഇവരെല്ലാവരും ആരായിരുന്നോ? ദരിദ്രരായി. പക്ഷേ ആത്മീയമായി ഇവര് സമ്പന്നരായി. ഞാൻ ഈ വാചകം പറഞ്ഞപ്പോ എല്ലാവരുടെയും മുഖത്ത് നോക്കി തന്നെ സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തില് എല്ലാവരുടെയും മുഖത്തോട്ടൊക്കെ നോക്കുന്നു. ഞാൻ ഈ വാചകം പറഞ്ഞപ്പോ നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് പരിശോധിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഇല്ലേ? സാമ്പത്തികമായിട്ട് നമുക്ക് എന്താ? ഞാൻ ചോദിക്കണം, ചോദ്യം പൂർത്തീകരിക്കണം. നമ്മൾ ധനികരാണ് അല്ലേ? സാമ്പത്തികമായിട്ട് ഇപ്പോഴത്തെ ഉപദേശിമാര് പോലും വലിയ ബുദ്ധിമുട്ടൊന്നും, എൻ്റെ കാര്യം ചേർത്ത് ഞാൻ പറയുകയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കുന്നവരല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആത്മീയമായിട്ട് നമ്മളെങ്ങനെ? നമ്മുടെ ആത്മീയ അഭിവൃദ്ധി കർത്താവ് പറയുന്നത് എന്താ? നിങ്ങൾ സാമ്പത്തികമായിട്ട് ദരിദ്രരാ, പക്ഷേ നിങ്ങൾ ആത്മീയമായിട്ട് ആരാ? സമ്പന്നരാ. ഇത് ദൈവജനം നമ്മളെ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിപ്പോ. യാക്കോബിന്റെ ലേഖനം, യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നയിക്കാൻ. സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ഈ ലോകത്തിൽ, എല്ലാരും ചേർന്ന് വായിച്ചു, ദൈവം ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ ആരാക്കി സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലേ? ഇവിടുത്തെ 2 ധനം കണ്ടു. സാമ്പത്തികമായിട്ട് അഥവാ ഭൗതികമായിട്ട് ദരിദ്രരാണെങ്കിലും ഒരു ദൈവവൈദ്യന്റെ 2 ഉന്നതമായ ധനസ്ഥിതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, വിശ്വാസത്തിൽ സമ്പന്നര. രണ്ടാമത്, പണം കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത വേറൊന്നിന്റെ അവകാശികളാണ്. ഏതാ? കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഒരവകാശം ഇവിടെ ഉണ്ട്. ഏതാ? കണ്ടോ? വാഗ്ദത്തം ചെയ്ത രാജ്യം. ഈ വാക്യമൊക്കെ വായിക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞ പക്ഷം ആ ബൈബിളിലെ ആ വാക്യത്തിന്റെ മുകളിൽ തന്നെ 1, 2 എന്ന് ഞാൻ അങ്ങനെയൊക്കെ ഈ വചനം പിന്നെ വായിക്കുന്നുണ്ട്, എളുപ്പമാണ് കണ്ടുപിടിക്കുക. കേട്ടോ? 1 എന്താ? വിശ്വാസത്തിൽ സമ്പന്നര. 2 ലോകത്തിലെ ഏറ്റവും വലിയ അവകാശം
എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ? അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. പക്ഷെ എത്ര ഏക്കർ സ്ഥലമുള്ളവനെ ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ അതിന് ചെലവിടേണ്ടത് ഉന്നതമായ ചില ആത്മീയ സത്യങ്ങളാണ്, ആത്മീയ നിലപാടുകൾ. നോക്കണം, ദൈവമക്കൾ ആരാണെന്നുള്ളത്. അതാണ് സ്മൃണ സഭയോട് പറയുന്നത്. പണം സംബന്ധിച്ചൊക്കെ നോക്കിയാൽ നിങ്ങൾ ദരിദ്രരാണ്, പക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാണ്. ദൈവരാജ്യം നിങ്ങളുടേതാണ്. ദൈവരാജ്യത്തിന്റെ അവകാശം നിങ്ങൾക്കുണ്ട്. ഇനി നോക്കുക മറ്റൊരു കാര്യം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം, എന്നെ കൊണ്ട് തന്നെ വായിപ്പിക്കരുത്, എല്ലാവരും ഒന്ന് നോക്കി. ദുഃഖിതരെങ്കിലും, ഈ ഭാഗങ്ങളൊക്കെ ഞാൻ വായിച്ച ഒരുപാട് ദൈവദാസൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ഭാഗം. ഒരു ദൈവദാസന്റെ, ഒരു കർത്തൃവേല ചെയ്യുന്ന ആളിന്റെ സ്ഥിതിവിശേഷമായിട്ട് പറഞ്ഞ ആളാരാണ് എന്ന് പറയുന്ന ഒരു, ഈ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം? പൗലോസിന്റെ അനുഭവ സാക്ഷ്യം. പൗലോസ് തന്നെ കുറിച്ച് ഏറെ പറഞ്ഞിരിക്കുന്ന ലേഖനമാണ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം. പലരും അത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയാണ്, അല്ലെങ്കിൽ തന്നെയും തൻ്റെ കൂടെ കർത്തൃവേല ചെയ്യുന്നവരെയും കുറിച്ച് താൻ പറയുന്ന കാര്യം നോക്കിയേ. 10-ാം വാക്യം, ഒത്തിരി കാര്യങ്ങളുണ്ട് മോളില്, 10-ാം വാക്യം മാത്രം നോക്കിയേ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട്, നമ്മുടെ വിഷയത്തോട് ചേർന്നുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് വിടും. അടുത്തെന്താ പറയുന്നത്? ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നമാക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ ഒരു പക്ഷെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്തവനായിരിക്കും, ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവനായിരിക്കും. പണ്ടത്തെ സ്ഥിതിയൊക്കെ, ഞാനൊക്കെ 10ഉം 18ഉം ദിവസങ്ങളൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നുണ്ടെ ഒരു മാനക്കേടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 10ഉം 18ഉം ദിവസമൊക്കെ കപ്പലണ്ടി പരിപ്പും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ തള്ളി നീക്കിയ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ എനിക്ക് അന്ന് സാധിച്ചതെന്നറിയാമോ? ആ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലൂടെ കടന്നു പോകുമ്പോഴും അനേകരെ കർത്താവിൽ സമ്പന്നരാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ സുവിശേഷ വേലയുടെ മഹത്വം എന്ന് പറയുന്നത്. ദരിദ്രരാണ് എന്നാൽ എന്താ? അനേകരെ സമ്പന്നരാക്കുക. ഇനി നോക്കിയാട്ടെ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. സ്തോത്രം. ഇതൊരു ദൈവ പൈതലിന്റെ ഒരു യഥാർത്ഥ വിശ്വാസികളെ, സ്മൃണ സഭയിലെ വിശ്വാസികളെ ഈ വചനത്തോട് ചേർത്ത് ചിന്തിച്ചാൽ അവർക്കൊന്നുമില്ല, പക്ഷേ അവരെല്ലാം ഉള്ളവരായിരുന്നു. പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാനെല്ലാം ശീലിച്ചിട്ടുണ്ട്. സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, പിന്നെ ഒന്നുമില്ലാത്തവനായിരിക്കാനും എനിക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ ആത്മീയ അനുഭവമാണ്. ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട്, സ്മൃണ സഭയോട് ചേർത്ത് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമുക്കിത് സാധിക്കണം. അനേകരെ നമ്മൾ ആരാക്കണം? സമ്പന്നരാക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ വരാം, പക്ഷെ ലോകത്തിൽ ആരും അതറിയണം. നമ്മുടെ ദാരിദ്ര്യമോ നമ്മുടെ ബുദ്ധിമുട്ടോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ദൈവദാസന്മാരുടെ പ്രയാസം. യഥാർത്ഥത്തിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവദാസന്മാരാരും അവരുടെ ബുദ്ധിമുട്ട് ഒരു മനുഷ്യനോടും പറയുകയില്ല. പക്ഷെ അവരെ കണ്ടാലെങ്ങനെ ഇരിക്കും? പോക്കറ്റിൽ ഒരു ന്യായ പൈസ ഇല്ലാതിരിക്കുമ്പോഴും അവരെ കണ്ടാലെങ്ങനെ ഇരിക്കും? എല്ലാം ഉള്ളവരെ പോലെ ആയിരിക്കും. ഇതാണ് ഒരു ദൈവപൈതലിന്റെ
ധനം എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു ഭാഗം കൂടെ ഈ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചത്. 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ മിക്കവാറും നമ്മുടെ ആരാധനാ യോഗങ്ങളില് വായിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഭാഗമാണിത്. 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. ഞാൻ ഒരുപാട് ഈ വചനം വായിച്ച് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. എന്താ വചനം? നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവത്തിന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വചനത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഈ വചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടിയാ? നമ്മളെ സമ്പന്നരാക്കി തീർക്കാൻ വേണ്ടി. ഇതേ ശുശ്രൂഷ തന്നെയാണ് ഒരു ദൈവദാസനും നിർവഹിക്കേണ്ടത്. നമ്മുടെ ദാരിദ്ര്യം മറ്റാരും അറിയേണ്ട കാര്യമില്ല. പക്ഷെ അനേകരെ എന്ത് ചെയ്യണം? സമ്പന്നരാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിക്കണം. നിങ്ങളുടെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മള് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എല്ലാവർക്കും മനഃപ്പാഠം അറിയാം. ഒന്ന് പറയാമോ? എന്താ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശുവിന്റെ പിതാവായ ദൈവം എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മള് സമ്പന്നരാ. നമ്മളെ പോലെ ധനികരായിട്ടുള്ള ആരും ലോകത്തിൽ ഇല്ല. ടി.കെ.എസ്. അപ്പച്ചന്റെ ഒരു പാട്ട് അങ്ങനെ തന്നെയുണ്ട്. മണ്ണിൽ പരദേശിയ എന്ന് സ്ഥിരവാസം സ്വർഗത്തിലാകും എന്ന ആ പാട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്. നമ്മൾ വലിയ സമ്പന്നരാ. എന്നാൽ നമ്മൾ ദരിദ്രരായിരിക്കണം കേട്ടോ. ആത്മീയമായി നമ്മൾ സമ്പന്നരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദരിദ്രരായിരിക്കുകയും വേണം. ഞാനിത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അടുത്ത ആശയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. ആത്മീയമായിട്ട് നമ്മൾ ആരാണ്? സമ്പന്നരാ. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ആത്മീയമായിട്ട് നമ്മൾ ദരിദ്രരായി തന്നെ ഇരിക്കണം. ഇത് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞപ്പോ ബൈബിള് ദൈവത്തിന് അറിയാവുന്നവർക്ക് എല്ലാം മനസ്സിൽ വന്നതാണ്. ഏതാ? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്താ? ആത്മാവിൽ സ്തോത്രം. നമ്മള് ആത്മീയ സമ്പന്നതയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തുകൂടെ ഉണ്ടാവണം? ആത്മീയ ദാരിദ്ര്യബോധം നമ്മൾക്കുണ്ടാവണം. ആത്മാവിൽ നമ്മള് ദരിദ്രരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആത്മാവിൽ ദരിദ്രരായിരിക്കുക. ഇനിയും അതേ ഭാഗത്ത് തന്നെ 6-ാം വാക്യത്തിൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതൊന്ന് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. 6-ാം വാക്യം എന്താ? എടുത്തവരൊന്ന് വായിച്ചു തരാം. ഇച്ചിരി ഉറക്കൊക്കെ വായിക്കാം. നീതിക്ക് വിശന്ന് ദാഹിക്കും. അപ്പൊ നമുക്ക് എന്തോ ഉണ്ടാവണം? ഈ ദാരിദ്ര്യം ഉണ്ടാകണം. എന്താ? പട്ടിണി കിടക്കുന്ന ഈ ദാരിദ്ര്യം, വിശപ്പും ദാഹവും. എന്തിനാ? നോക്കണം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരാരാകും? തൃപ്തരായിത്തീരും. ഈ 2 വചനവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആത്മീയ സമ്പന്നരായിട്ട് നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആത്മീയ ദാരിദ്ര്യം ഉണ്ടായിരിക്കണം. നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമ്മൾക്ക് ഉണ്ടാകണം. ദൈവമക്കളെ, ഞാൻ വളരെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ, നമ്മളാ ഈ നീതി നിഷേധം കണ്ടാൽ
അത് സഭയിലാണെങ്കിലും ഈ നീതി നിഷേധം കണ്ടാൽ നമുക്കിതിനകത്ത് ഇടപെട്ടിട്ടെന്നാ നിങ്ങൾ ബാക്കി പറയരുതെന്ന് എനിക്കറിയാം, ഞാൻ തന്നെ പറയാം. നീതി നിഷേധിക്കപ്പെടുക അത് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യം അല്ല. നീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം? വിശപ്പുണ്ടാകണം, പിന്നെ ദാഹം ഉണ്ടായിരിക്കണം. നീതി നിഷേധം, നീതി എവിടെ നിഷേധിക്കപ്പെടുന്നുവോ അവിടെ നമ്മൾ ഏർപ്പെടുന്ന മണ്ഡലത്തിൽ നമ്മളത് ഗൗരവമായിട്ട് ചിന്തിക്കണം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ ഈ 3-ാം വാക്യത്തിൽ പറഞ്ഞ എന്താണ് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ പോകാം. എന്താ ആത്മാവിലെ ദാരിദ്ര്യം? എന്താ ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം? എന്താ? നമ്മൾ ഒരിക്കലും ആത്മീയമായി സമ്പൂർണ്ണ തൃപ്തിയിലെത്തരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ പറയാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അത് വ്യക്തമാക്കുന്നു. 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയർ 3:8 മുതൽ 14 വരെയുള്ള വാക്യം. ഞാനത് ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ഒരു ഹിന്റ് തന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ കഴിയുന്ന ആത്മീയ പക്വതയുള്ളവരാണ്, പരിജ്ഞാനമുള്ളവരാണ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹിന്റ് തരാം. അവിടെ പൗലോസ് പറയുന്നത് എനിക്ക് ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞു എന്നല്ല, ക്രിസ്തുവിനെ ഞാൻ നേടി എന്നല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ? പൗലോസ് പറയുന്ന ക്രിസ്തുവിനെ ഞാൻ നേടിയതാണ്. നമ്മളോട് ചോദിച്ചാൽ പറയും 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രി സമ്പാച്ചൻ എന്ന ഞാൻ ക്രിസ്തുവിനെ നേടി. എന്നാൽ രക്ഷിക്കപ്പെട്ടിട്ട് 32 വർഷം കഴിഞ്ഞ് ഒരു വയസ്സനായിരിക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ക്രിസ്തുവിനെ നേടണം. നീ രണ്ടാമത്തെ പറയുന്നത് എന്തോ, ഞാൻ കർത്താവിനെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അയ്യോ, നമ്മുടെ കാര്യം ഒന്ന് ഓർത്ത് വായിക്കുന്ന ആത്മീയമണ്ഡലത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തുടർന്ന് പറയുന്നത് എന്താണെന്നറിയാം? പിടിച്ചു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഇതാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഞാൻ തികഞ്ഞവനല്ല, ഞാൻ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എനിക്കിനി എൻ്റെ കർത്താവിനെ കിട്ടണം, എനിക്കിനി എൻ്റെ കർത്താവിനെ അറിയാനുണ്ട്. നമ്മളെ ഒരു ആത്മീക സംതൃപ്തിയിൽ കഴിയുന്ന ആ അനുഭവം വേറെ പുസ്തകം ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് ആത്മാവിൽ ആരായിരിക്കണം? ദരിദ്രരായിരിക്കണം. പൗലോസ് ഒടുവിൽ പറയുന്നത് ആ 3-ാം അധ്യായത്തില് പൗലോസ് പറയുന്നത്, ഞാൻ ഓടുക. എങ്ങോട്ടാ ഓടുന്നത്? എനിക്ക് ക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഓടുകയാണ്, ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി ഞാൻ ഓടുകയാണ്. എനിക്കിനിയും അകലെയാണ് എൻ്റെ കർത്താവ്, എനിക്കെൻ്റെ കർത്താവിനെ നേടണം. ആ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോ നമ്മുടെ ആത്മീക ദാരിദ്ര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തൊക്കെയോ ആണ്, നമുക്ക് എന്തൊക്കെയോ അറിയാം, നമ്മൾ ഏതൊക്കെയോ തികഞ്ഞവരായി, ഇനിയിപ്പോ ആരുടെയും സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കരുത്. അത് ലവോദിക്ക സഭയുടെ ഗതികേടാണ്. ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്നുള്ള ചിന്താഗതി. ഇത് ഒരാത്മീക സഭയ്ക്ക് ഒരിക്കലും ചേർന്ന നിലപാടല്ല. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇനിയും ഈ സ്മുർണ്ണ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ
ക്ലാസ്സിൽ കുറേയേറെ കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ഞാൻ പറയാൻ സാധിക്കാതെ പോയ കാര്യങ്ങളാണ് ഇന്ന് കഴിവതും പറയാനായിട്ട് ശ്രമിക്കുന്നത്. തുടർന്ന് അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9-ാം വാക്യത്തിൽ തന്നെയാണ്. നീ വസിക്കുന്ന സ്ഥലം, നിങ്ങൾ എവിടെയാണ് പാർക്കുന്നത്? അത് പെർഗമോസ് സഭയോടും അത് തന്നെ പറയുന്നുണ്ട്. അത് വേറൊരു വിധത്തിലാണ് പറയുന്നത്. സ്മുർണ സഭയോട് പറയുന്നത് ഇവർക്കുണ്ടാകുന്ന പീഡനങ്ങൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഉപദ്രവം അഥവാ പെർസിക്യൂഷൻ ഇവർക്കുണ്ടായത് പ്രത്യേകമായിട്ട് 3 മേഖലയിൽ നിന്നാണ്. അതിലൊന്ന് ഏതാണ്? യഹൂദന്മാരുടെ പക്കൽ നിന്നാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം, ഇത് ആര് പറയുന്നതാണ്? യോഹന്നാൻ പറയുന്നതാണോ? ഈ ഭാഗം യോഹന്നാൻ പറയുന്നതാണോ? അല്ല, പിന്നെ ആര് പറയുന്ന? കർത്താവ് പറയുകയാണ് ഇവരാരാണ്? യഹൂദന്മാരാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഇവരാരല്ല, ഇവർ യഹൂദന്മാരല്ല. രണ്ടാമത് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സാത്താന്റെ പള്ളിക്കാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ പാഠമാണ്. ഇതെക്കാലത്തുമുണ്ട്. അക്കാലത്ത് യഹൂദന്മാരിൽ നിന്നായിരുന്നു, ഇക്കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ. ഞാനിത് തികച്ചും തീർത്തും അടിവരയിട്ട് 100% വ്യക്തമാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണിത്. ഇന്നത്തെ ക്രൈസ്തവ ലോകമാണ് ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ദൈവവചനത്തിലെ സത്യങ്ങൾക്കെതിരായി നിൽക്കുന്ന അവരെ കുറിച്ച് പറഞ്ഞാൽ പോരാ, അവർക്ക് ഏറ്റവും ഉത്തമമായ പേര് സാത്താന്റെ പള്ളിക്കാരൻ തന്നെയാണ്. സാത്താൻ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം ഇപ്പൊ ഇവരെ ഏറ്റെടുത്തിരിക്കുക. അതാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് ഏതൊരു കാലത്തുമുള്ള ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ഉപദ്രവമാണ്. അന്ന് കർത്താവിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന യഹൂദന്മാരിൽ നിന്നായിരുന്നു അന്ന് നേരിട്ടു. ഇന്ന് നേരിടുന്നത് ഒരിക്കലും അക്രൈസ്തവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവ നിമിത്തം സഭ വളരുകയുള്ളൂ. സഭയ്ക്ക് യാതൊരു തളർച്ചയും ഉണ്ടാവില്ല. സഭ വളരുകയുള്ളൂ. ജവഹർലാൽ നെഹ്റു പോലും ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത്, ക്രിസ്ത്യാനികളെ അങ്ങോ ഇങ്ങോ ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് ക്രിസ്ത്യാനികളെ നിങ്ങൾ തുടരരുത്, തൊട്ടാൽ അവർ വളരും. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഉപദ്രവം സഭയ്ക്ക് പുറത്തു നിന്നുണ്ടായാൽ സഭ വളരുകയുള്ളൂ. എന്നാൽ നമ്മുടെ സമൂഹത്തെ, ക്രൈസ്തവ മാർഗത്തെ ഏറ്റവും അധികം ഇന്ന് നശിപ്പിക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന ആയുധം ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ള സാത്താന്റെ പള്ളിക്കാരെയാണ്. പെർഗമോസ് സഭയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഞാൻ അടുത്ത ആ വിഷയം പറയുമ്പോൾ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇവരെ പാർക്കുന്നത് സാത്താന്റെ പള്ളിക്കാരുടെ ഇടയിലാണ്. എന്നാൽ പെർഗമോസിലെ വിശ്വാസികൾ ജീവിച്ചിരുന്നത് എവിടാന്നറിയാം? 13-ാം വാക്യത്തിലുണ്ട്, 2:13. നീ എവിടെ പാർക്കുന്നു? എവിടാ പാർക്കുന്നത്? സാത്താന്റെ സിംഹാസനമുള്ളിടത്ത്. സാത്താന്റെ പള്ളിക്കാരല്ല, പിന്നെ സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് നീ പാർക്കുക. ദൈവജനം ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ കഴിയേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നത്തെ പൊതുലോകം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള സഭകളെ അല്ല. ഒരു പരിധിവരെ പെന്തക്കോസ്തുകാരെ അംഗീകരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ബ്രദറൻകാരെയാണ്. എന്താ കാരണം എന്നറിയാമോ? അവർക്ക് ഈ പറയുന്ന പരിവേഷങ്ങളൊന്നും ഇല്ല. ശ്രദ്ധിച്ചോ? ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഇന്നത്തെ ഗവൺമെന്റുകൾ അംഗീകരിക്കുന്ന ആരെയാണ്? നമ്മളെ അല്ല.
ഇവിടെയാണ് സാത്താന്റെ ഏറ്റവും വലിയ പോരാട്ടവും അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സാത്താന്റെ പള്ളിക്കാരിൽ നിന്ന് എന്തുണ്ടാകും? ഉപദ്രവമുണ്ടാകും. 10-ാം വാക്യത്തിൽ പറയുന്നു, എവിടെ നിന്ന് ഉപദ്രവം ഉണ്ടായാലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 3 മേഖലയും പോയിക്കോട്ടെ, എവിടെ നിന്ന് ഉപദ്രവം ഉണ്ടായാലും കർത്താവ് പറയുകയാണ് 10-ാം വാക്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട. തുടക്കത്തിൽ പറഞ്ഞത് എന്താ? മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. സ്തോത്രം. ഇത് തന്നെയാണ് യോഹന്നാൻ 16-ലും പറഞ്ഞത്. എന്താ? നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ പേടിക്കണ്ട. ലോകത്തെ ജയിച്ച ഞാൻ, മരണത്തെ ജയിച്ച ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിനക്ക് സഹിക്കാനുള്ളത് നീ എന്ത് ചെയ്യണ്ട? പേടിക്കുകയേ വേണ്ട. ദൈവജനത്തിനുണ്ടാവേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ആത്മീയ ഗുണമാണ് ധൈര്യം എന്ന് പറയുന്നത്. ധൈര്യം കേട്ടോ. സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി, ഇവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു, കർത്താവിനെ സാക്ഷിച്ചു. അത് നിമിത്തമാണ് അവർക്ക് എതിർപ്പുണ്ടായത്. ആ എതിർപ്പിന്റെ നടുവിൽ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്, നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. അടുത്ത് പറയുന്നത് എന്താ? സാത്താൻ നിങ്ങളിൽ ചിലരെ എന്ത് ചെയ്യാൻ പോകുന്നു? പരീക്ഷിക്കേണ്ടതിന് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. സാത്താൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദ്രവങ്ങളിൽ ഒന്നാണ്, സാത്താന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് എന്താ? നിങ്ങളിൽ ചിലരെ എന്ത് ചെയ്യാൻ പോകുന്നു? തടവിലാക്കാൻ പോകുന്നു. പിശാചിന് എക്കാലത്തുമുള്ള പരിപാടിയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലേക്ക് ഞാൻ തിരിയുന്നേയില്ല. അവിടെ ഒത്തിരി ഉദാഹരണങ്ങൾ അവിടെ കാണാൻ സാധിക്കും. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെ കാരാഗ്രഹത്തിലാക്കിയാൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനമൊക്കെ കുലുക്കി, കയ്യിലെ വിലങ്ങുമൊക്കെ കാലയിലെ ആമമൊക്കെ പൊട്ടിച്ച് നമ്മളെ രക്ഷിക്കുമെന്ന് ആരും കരുതുകയേ വേണ്ട. അങ്ങനെയൊക്കെ അന്ന് നടന്നു. എന്നാൽ ഇന്ന് തടവിലാക്കപ്പെട്ടാൽ ആ വിധത്തിലുള്ള വീര്യപ്രവൃത്തികൾ കൊണ്ട് ദൈവം രക്ഷിക്കയില്ല. അവിടെ നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ധൈര്യം തന്നെയാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. ഇനിയും നോക്കുക, ഈ വചനത്തില് തൊട്ടടുത്ത് പറയുന്നത് 10 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും? 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്നാ പറയുന്നത്. ഞാൻ വേഗം പറയട്ടെ. ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എന്ന് പറയുന്നതിനുള്ള 10 ദിവസമാണോ? അല്ല. ഇതൊരു ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇതൊരു ചെറിയ കാലയളവിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചിലരുടെ അഭിപ്രായം അതാണ്. എന്നാൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ ആ 10 ദിവസം കൊണ്ട് ഇവരുടെ ഉപദ്രവം തീരുമോ? ഞാൻ വ്യക്തമാക്കാം. ദൈവമക്കൾ ഇത് കുറിച്ചിട്ടോണം, മറന്നുപോകരുത്. കർത്താവിൻ്റെ മധ്യാകാശം എന്ന് പറയാമെങ്കിൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ, ഉൽപ്രാപണം വരെ സഭയ്ക്കെന്തുണ്ട്? സഭയ്ക്ക് ഉപദ്രവമുണ്ട്. അപ്പോൾ ഇത് 10 ദിവസം കൊണ്ടങ്ങ് തീർന്നു പോകും എന്ന് കർത്താവ് വളരെ കുറച്ച് കാലയളവിൽ ഇത് അനുഭവിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേറൊരു അർത്ഥമുണ്ട്. ഈ 10 ദിവസം എന്ന് പറയുന്നത് ഈ ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളുള്ള 70 ആഴ്ചവട്ടമാണോ? ആണോ? അല്ല. അത് ഒരു പീരീഡാണ്, അല്ലേ? ഒരു കാലയളവാണ്.
അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അതുപോലെ ഗ്രഹിക്കുക. ഇപ്പോൾ സഭ കടന്നു പോകുന്നത് സ്മുർണയുടെ കാലഘട്ടത്തിൽ ഈ സഭ കടന്നു പോകുന്നത് അതികഠിനമായ പീഡനങ്ങളിലൂടെയാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം 10 ദിവസം കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാകും, ഒരു വിടുതൽ ഉണ്ടാകും. ആ വിടുതൽ എന്താണെന്നറിയാമോ? ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അക്ഷരീകമായ 10 ദിവസം എന്ന് അല്ല, മറിച്ച് ഞാൻ ഇങ്ങനെ പറയാം, നിറോ കൈസർ മുതൽ ഡയോക്ലീഷ്യൻ കൈസർ വരെയുള്ള 10 ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ സഭയ്ക്കുണ്ടാകുന്ന പീഡനത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ രാജാക്കന്മാരുടെ അവരുടെയൊക്കെ പേര് എൻ്റെ പക്കലുണ്ട് കേട്ടോ. നിറോ, ഡൊമിഷ്യൻ, ട്രോജൻ. ഡൊമിഷ്യന്റെ കാലത്താണ് ഈ വെളിപാട് പുസ്തകം എഴുതുന്നത്. ട്രോജൻ, പിന്നെ അന്തോണിയൂസ്, ഇങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഡയോക്ലീഷ്യൻ വരെയുള്ള. ആർക്കെങ്കിലും വേണമെങ്കിൽ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ 10 ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ സഭയ്ക്കുണ്ടാകാൻ പോകുന്ന പീഡനത്തെ കുറിച്ചാണ് ഇവിടെ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 10 ദിവസം കഴിഞ്ഞാൽ സഭയ്ക്ക് പീഡനം ഇല്ലയോ? അത് ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറയാം. സ്മുർണയുടെ കാലഘട്ടം എന്ന് പറയുന്നത്, സ്മുർണ കാലഘട്ടം എന്ന് പറയുന്നത് AD 167 മുതൽ AD 313 വരെയുള്ള കാലഘട്ടം. ഇതൊക്കെ എന്തിനാ ഈ ബൈബിൾ ക്ലാസ് പറയുന്നതെന്നായിരിക്കല്ലേ. 313 വരെയുള്ള കാലഘട്ടം. AD 167 മുതൽ 313 വരെയുള്ള കാലഘട്ടം. കേൾക്കണേ, അടുത്തത് ഈ 313 ക്രൈസ്തവ സഭയോട് ബന്ധപ്പെട്ട ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ഒരു മഹാസംഭവം ഉണ്ടായി. 313 സംഭവിച്ച ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന സംഭവമാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നടന്നത്. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? റോമൻ കൈസറായി ഡയോക്ലീഷ്യന്റെ കാലഘട്ടം കഴിഞ്ഞ് അധികാരത്തിൽ വന്ന കോൺസ്റ്റന്റൈൻ എന്ന റോമൻ ചക്രവർത്തി ആരായി മാറി? ക്രിസ്ത്യാനിയായി. മനസ്സിലായോ? 10 ദിവസം ഇദ്ദേഹം ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ എന്തോ ഗുണമുണ്ടായത്? ഗുണമാണോ ദോഷമാണോ നമുക്ക് പിന്നെ ചിന്തിക്കാം. എന്താ ഗുണം ഉണ്ടായെന്നറിയാം? പീഡനം അവസാനം. മനസ്സിലായോ? 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? പീഡനം അവസാനം. അന്ന് മുതൽ ക്രൈസ്തവ സഭ എന്തായി മാറി? ഞാനിവിടെ പറഞ്ഞതാണ് ആദ്യം. ക്രൈസ്തവ സഭ ക്രൈസ്തവ മതമായി മാറി. സഭ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷമാണ്. ഇനിയും ശ്രദ്ധിക്കുക, ക്രൈസ്തവ സഭയ്ക്ക്, യഥാർത്ഥ സഭയ്ക്ക് പീഡനം ഉണ്ടായത് പിന്നെ ആരിൽ നിന്നാ ഉണ്ടായെന്നറിയാമോ? ക്രൈസ്തവരെന്ന് പറയുന്നവരിൽ നിന്നാണ് പിന്നീട് പീഡനം ഉണ്ടായത്. അപ്പോൾ പീഡനം അവസാനിച്ചു.
ക്രൈസ്തവ മാർഗം ഒരു മതമായി തീർന്നെന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പീഡനം അവസാനിച്ചതോടുകൂടെ തന്നെ ക്രൈസ്തവ മാർഗം ഒരു മതമായി തീരുകയും റോമ ഗവൺമെന്റിന്റെ അംഗീകൃത മതമായിട്ട് ക്രൈസ്തവ മതം മാറി. ഇതൊക്കെ ദൈവമക്കളെല്ലാവരും പഠിച്ചിരിക്കണം. സാത്താന്റെ പള്ളിക്കാരന് ഞാനിവിടെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ ക്രൈസ്തവ മാർഗം ക്രൈസ്തവ മതമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതപരിവർത്തനം ചെയ്തപ്പോൾ അവരുടെ ക്ഷേത്രമെല്ലാം റോമാക്കാരുടെ ക്ഷേത്രമെല്ലാം എന്തായിട്ട് മാറി? പുതിയ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, പള്ളിയായിട്ട്. ഇനി ആ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ ആ വിഗ്രഹങ്ങൾക്കെല്ലാം ആരുടെ പേര് കൊടുത്തെന്നറിയാം? മറിയാമ്മയുടെയും ജോസഫിന്റെയും, പിന്നെ ആരുടെയൊക്കെ പേര് കൊടുക്കാമോ അവരുടെയൊക്കെ പേര് കൊടുത്ത് ചർച്ചിനകത്ത് മുഴുവൻ, ഇപ്പൊ ചർച്ചെന്നായി അത് അറിയപ്പെടും, ചർച്ചിനകത്ത് മുഴുവൻ ആരായി? വിഗ്രഹങ്ങളായി. വിഗ്രഹാരാധന തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ. ഇനി ഈ വിജാതീയ ദൈവാലയങ്ങൾ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെല്ലാവരും ഇവിടുത്തെ നീളക്കുപ്പായും നടുക്കെട്ടും പിന്നെ അതും ഇതുമൊക്കെയുള്ള പുരോഹിതരായി. അവരുടെ ആചാരങ്ങളെല്ലാം എന്തായിട്ട് മാറി? ക്രിസ്തീയ പേരുള്ള ഡിസംബർ 25 എന്ന് പറഞ്ഞ എന്റെ പ്രത്യേകത. നിങ്ങൾ മിണ്ടത്തില്ലേ? ഒന്ന് സഹായിക്കണം. ഡിസംബർ 25 എന്നാ ക്രിസ്മസ്. എന്താ ശരിക്കും എന്നറിയാമോ? സൂര്യദേവന്റെ ജന്മദിനമാണ് ഡിസംബർ 25. അതെങ്ങനെ ഇവിടുത്തെ യേശുവിന്റെ ജന്മമായത്? മനസ്സിലായോ? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിമാരുടെയാണ് സംഭവിച്ചത്. ഇനിയും ശിശുസ്നാനം അന്ന് തുടങ്ങിയതാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് 3 കൈ വെള്ളം സൂര്യഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അതിന്റെ ഉച്ചിയിൽ ഒഴിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കണം. അതെന്തായി മാറി? എന്തായി മാറി? അപ്പോൾ യഥാർത്ഥത്തിൽ സാത്താന്റെ പള്ളിക്കാരാരാന്ന് മനസ്സിലായോ? ഇനിയും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇത് ദൈവം ചെയ്തതാണോ അതോ സാത്താൻ ചെയ്തതാണോ? ഈ കോൺസ്റ്റന്റൈന്റെ മതപരിവർത്തനം പലരും പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം ഒരു വലിയ ഉപകാരം ചെയ്തു, ദൈവം വലിയൊരു കാര്യം ചരിത്രത്തിൽ ദൈവം ചെയ്തതല്ല. ഈ മാർഗത്തെ നശിപ്പിക്കാൻ ചെകുത്താൻ ചെയ്ത ഏറ്റവും വലിയ പരിപാടിയായിരുന്നു കോൺസ്റ്റന്റൈന്റെ. പലരും അതിന് മാനസാന്തരം എന്നാ പറയുന്നത്. മാനസാന്തരമല്ലായിരുന്നു, മതപരിവർത്തനം, കൺവേർഷൻ. ഇതാ നടന്നു. മാനസാന്തരം നടന്നില്ല. അന്നു മുതൽ ഇങ്ങോട്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? രാഷ്ട്രീയമായ ഭാഗത്ത് നിന്നുള്ള സഭയ്ക്കുള്ള പീഡനങ്ങൾ അവസാനിച്ചു. ഇതാ കർത്താവ് പറഞ്ഞത്, 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണ്. അത് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് സമാധാനമായി. എന്നാൽ ഞാൻ വളരെ എളിമയോടെ വലിയൊരു ആത്മീക സത്യം ഇതിനോട് ചേർത്ത് പറയട്ടെ. അന്ന് മുതൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? വിശ്വാസത്താലുള്ള നീതീകരണമെന്ന
രക്ഷയുടെ ഉപദേശം മാറ്റപ്പെട്ടു. കർമ്മങ്ങളാൽ രക്ഷിക്കപ്പെടാൻ സാധിക്കുമെന്നുള്ള ദുരുപദേശം അന്നു മുതലാണ് സഭയിൽ സ്ഥാനം നേടിയത്. ദൈവമക്കൾ ഇതെല്ലാം ഓർത്തിരിക്കണം. ചരിത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തില് ഇതൊക്കെ ജനങ്ങൾ അജ്ഞരാണ്. പ്രത്യേകിച്ചും നമ്മുടെ യുവതിയുവാക്കന്മാരും നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളും ഒന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അവർക്കൊക്കെ ഇപ്പോഴും ധാരണ എന്താണെന്നറിയാമോ? എന്നോട് ഞാൻ സ്ഥലവും സമയവും സന്ദർഭവും ഒന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞത് എന്താ അങ്കിൾ അതിനകത്തൊക്കെ തെറ്റ്? ആ പള്ളിയിലൊന്ന് കയറി നിന്ന് അവരുടെ കുർബാന ഒന്ന് കണ്ടതുകൊണ്ട് എന്നാ തെറ്റ്? ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറിയ പങ്കിലും ഈ സംഭവങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇത് ദുരാചാരമാണ്. ഇത് ജാതികളുടെ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്താ? ജാതികളുടെ വഴി പഠിക്കരുതെന്നാണ്. ഇത് ജാതികളുടെ വഴിയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ സൺഡേ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും പഠിപ്പിച്ചൊന്നും വരികയില്ല. നമ്മുടെ വീടുകളിൽ ഇത് ചർച്ച ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ സത്യം രൂഢമൂലമാക്കണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അത്രയ്ക്ക് ഗൗരവമേറിയതാണ്. സ്തോത്രം. ഇന്ന് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുന്നത് സുവിശേഷ വിഹിത സഭകളെന്നാണ്. ഈ സുവിശേഷ വിഹിത സഭകളെന്നുള്ള പേര് മർത്തോമാക്കാരും ഇവാഞ്ചലിക്കാരും ഒക്കെ എടുത്തോട്ടെ. എനിക്ക് അവരോട് വലിയ വിരോധമൊന്നും ആളല്ല. അവരും എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ സുവിശേഷ വിഹിത സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ മാത്രം നീതീകരണം എന്ന് വിശ്വസിക്കുകയും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങൾ അക്ഷരീകമായി ദൈവനിശ്വസ്ത തിരുവെഴുത്തുകളാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുവിശേഷ വിഹിതർ എന്ന് പറയുന്നത്. ഈ ദൈവജനത്തെ അക്ഷരീകമായിട്ട് ലിറ്ററലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവനിശ്വസ്ത തിരുവെഴുത്തുകളായിട്ട് അംഗീകരിക്കുക. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം ഇന്ന് വില കുറച്ച് കാണുകയാണ് മറ്റു സഭകൾ, സമൂഹങ്ങൾ, സമുദായങ്ങൾ. നമ്മൾ ഇവിടെ ധൈര്യത്തോടെ നിന്ന് ഉപദേശ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യമുണ്ട്. ഒരൊറ്റ വാചകം കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകാം. പണ്ടൊക്കെ വചനത്തിൽ നിന്നല്ല, നമ്മുടെ ഇടയിൽ നടന്നു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ സിയോൻ കുന്നിലും ഇവിടെ പണ്ട് ഈ പമ്പ മണക്ക് കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു പ്രധാനകാലം. അപ്പം നമ്മുടെ ഈ കൺവെൻഷൻ പന്തലുകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രക്ഷ മുതൽ കർത്താവിന്റെ പുനരാഗമനം, അന്ത്യന്യായവിധി വരെ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചാണ് ആ കൺവെൻഷൻ അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആകെപ്പാടെ കേൾക്കാനുള്ള ഒറ്റ ഒരു കാര്യമുള്ള എന്താ? കർത്താവിൽ വിശ്വസിക്കുക രക്ഷിക്കപ്പെടും, കർത്താവിൽ വിശ്വസിക്കുക രക്ഷിക്കപ്പെടും. സ്ഥാനപ്പെടുന്ന കാര്യം പോലും എന്ത് ചെയ്യല. മനസ്സിലായ? ഉപദേശ സത്യങ്ങൾ ഇന്ന് പൊതുവേദികളിൽ അറിയിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഉള്ള പങ്ക് വളരെ വലിയതാണ്. ഇനിയും സ്മുർണ സഭയെ സംബന്ധിച്ച് ഒടുവിൽ ഇവർക്കുള്ള കർത്താവിൻ്റെ വാഗ്ദത്വം, കർത്താവിൻ്റെ ഒരു നിർദ്ദേശം ഇവർക്കുണ്ട്. ഇവരോട് കർത്താവ് പ്രത്യേകം പറയുന്ന ഒരു ഉപദേശമുണ്ട്. എന്താ? ഉപദ്രവം ഉണ്ടാകും, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അടുത്ത വാചകം എന്താ? കർത്താവിന്റെ കമന്റ് എന്താ? എല്ലാവരും കൂടെ ഉറക്കെ അങ്ങ് വായിച്ചു. മരണപര്യന്തം വിശ്വസ്തനായി. രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം
അപ്പൊ നമുക്കിത് രണ്ടും കൂടെ ചേർത്തങ്ങ് പറയാം. ഈ ജീവകിരീടം ആർക്കുള്ളതാണ്? എല്ലാരും മേടിക്കാൻ പോയി തയ്യാറായിരിക്കുക. ആർക്കുള്ളതാ ജീവകിരീടം? അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമാണ്. എന്താ? മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് നൽകാനുള്ളതാണ് എന്ത്? ജീവകിരീടം. ഇത് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1:12 മനപ്പാടം അറിയാം അല്ലേ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പിന്നെ അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം എന്ത് ചെയ്യും? കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അവിടെയും പറയുന്നത് എന്താണെന്നറിയാം? സഹിക്കുന്നവനുള്ളതാണ് എന്ത്? ജീവകിരീടം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ ഒരു ഉപദേശ വിഷയമാണല്ലോ കിരീടങ്ങൾ എന്നുള്ളത്. ഇപ്പൊ ഞാൻ അവിടോട്ട് പോകുന്നില്ല. അത് മിക്കവാറും സീമൂന്ന് സഭയുള്ള എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 5 കിരീടങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രസംഗ വിഷയമാണ്. അതുകൊണ്ട് മിക്കവാറും ആളുകൾ പ്രസംഗിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. എന്നാൽ പരീക്ഷ സഹിക്കുന്നവൻ ആരായിത്തീരും? കൊള്ളാകുന്നവനായിത്തീരും. അവൻ ആ പരീക്ഷ സഹിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ പരീക്ഷ സഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്തവനാണെങ്കിൽ അവൻ ഇട്ടോടും. സ്തോത്രം. പരീക്ഷ സഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അവനെന്നെ കൊന്നിട്ടെന്നെ ഒയ്യോ എന്തൊരു ധൈര്യമാണ്. അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇതാരുടെ വിശ്വസ്തതയാ? യോബിന്റെ വിശ്വസ്തത. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ട് നമുക്കിതൊന്നും പറയാൻ പറ്റുമോ? എന്നെ കർത്താവ് കൊന്നോട്ടെ എങ്കിലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ജീവിതത്തിൽ ശരീരത്തിലുള്ള പരീക്ഷകൾ നേരിടുന്നവരോ പുറത്തു നിന്നുള്ള പരീക്ഷകൾ നേരിടുന്നവരോ ആരുമായിക്കൊള്ളട്ടെ, സഹിക്കുന്നവർക്കാണ് ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? ജീവകിരീടം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അധികം വിശദീകരിക്കാതെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ദൈവ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? മരണപര്യന്തം. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി. എന്താ? മരണപര്യന്തം ആരായിരിക്കണമെന്ന്? വിശ്വസ്തരായി. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് സാധാരണ എനിക്ക് വളരെ ഇഷ്ടമുള്ള 2 വിഷയങ്ങളുണ്ട്. അതിലൊന്ന് വിശ്വസ്തത എന്നുള്ളതാണ്, മറ്റത് ഭക്തി എന്നുള്ളതാണ്. സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, പിന്നെ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു വരുന്നു എന്ന്. അപ്പോൾ ഈ വിശ്വസ്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ചെങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കുറഞ്ഞു വരുന്നു, എണ്ണത്തിൽ കുറവുണ്ടെന്ന്. ഭക്തന്മാരെ കുറിച്ച് പറയുന്നത് എന്താ? ഭക്തന്മാര് കുറഞ്ഞു വരുന്നു എന്നല്ല പറയുന്നത്. പിന്നെ ഭക്തന്മാരില്ല. ആർക്കാ പേടിയുള്ളത്? ദൈവത്തെ ഭയം ആർക്കാണ്? ഒരു വാക്ക് ദൈവസേനയിൽ ഉച്ചരിക്കാനുള്ള ആ ഭയം ആർക്കാ ഉള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ. നമ്മുടെ സഭാ ജീവിതത്തിൽ ഈ 7 സഭകളെ കുറിച്ചുള്ള ദൂത് നമ്മുടെ സഭാ ജീവിതത്തിൽ വിശ്വാസികൾ പാലിക്കാനുള്ള സ്വർഗീയ സന്ദേശം ഉൾക്കൊള്ളുന്ന 7 സഭകളുടെ ദൂതാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ പറയുകയാണ് നമ്മൾ വിശ്വസ്തരായിരിക്കണം. സ്തോത്രം. കർത്താവ് ഈ വിശ്വസ്തതയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒന്ന് സ്പർശിച്ചേച്ചു പോവാ. അവിടെ പറയുന്നത്, നീ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. മിക്കവാറും എല്ലാവരും വലിയ കാര്യത്തിൽ ആരായിരിക്കും? വലിയ കാര്യങ്ങളിലാണ് വിശ്വസ്തരായിരിക്കും. കാര്യം
അത് പെട്ടെന്ന് പിടിക്കപ്പെടാൻ സാധ്യതയുള്ള ഏത് വലിയ കാര്യം. അവിശ്വസ്തത മിക്കവാറും വരുന്നത് എവിടെയാ? അല്പത്തിലാണ്, ചെറിയ കാര്യത്തിലാണ്. അതാവ് പറഞ്ഞ അത് തന്നെയാ. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ കർത്താവ് അധികത്തിന് വിചാരകനാണ്. നമ്മൾ ഓർക്കണം, ദൈവം ചിലരെയൊക്കെ വിളിച്ച്, എല്ലാവരും വിളിക്കപ്പെട്ടവരാണല്ലോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ദൈവം ചിലരെയൊക്കെ ചില പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കണ്ണിങ്നെസ് മുഖാന്തരമായിരിക്കും, അല്ലേ? അവരുടെ കഴിവ് കൊണ്ടായിരിക്കും, കൗശലം കൊണ്ടായിരിക്കും. എന്നാൽ ദൈവമാക്കിയവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവം ഒരു സ്ഥാനത്താക്കുന്നെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചറിയാം. വിശ്വസ്തരായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ളൊരു സംശയമില്ല. ഞാൻ ഒരു കാര്യം ഈ ഇടയ്ക്ക് പറയാറുള്ളതുപോലെ ഒരു കാര്യം പറയട്ടെ. ആത്മപ്രശംസയായിട്ട് ആരും കണക്കാക്കും. ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ചിലര് അച്ഛൻ്റെ പേര് ഞാൻ ആ പൈസ അയച്ചേക്കാന്ന് എന്നോട് പറയും. ഞാൻ പറയുന്നുണ്ട്, ആ പ്രസ്സിലെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, അങ്ങോട്ട് കൊടുത്തേക്കാം. തൃശ്ശൂർക്കാരൊക്കെ അന്വേഷിച്ചാൽ അറിയാം. അവിടുത്തെ അക്കൗണ്ട് നമ്പർ തരാം, ഡീറ്റെയിൽസ് തരാം. അവിടെ തൊട്ട് അമ്പാച്ചന്റെ കയ്യിൽ വന്നിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവാണ് യൂദായെ വിളിച്ചത് കള്ളനും. പിശാചെന്ന് വിളിച്ചത് പോട്ടെ, എന്നാൽ കർത്താവ് അവനെ വിളിച്ചതെന്താ? കള്ളനെന്ന് വിളിച്ചു. എന്താ കാരണമെന്നറിയാം? അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, കൂടെ അവൻ അതിനകത്തുനിന്ന് കർത്താവിന്റെ കാശ് മോഷ്ടിച്ചവനൊന്നും ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മരണപര്യന്തം വിശ്വസ്തരായി. നമ്മൾ വലിയ സക്സസ്ഫുൾ ആയിരുന്നു, പിയസ്തംബാന്റെ ജീവിതം ഒരു വലിയ സക്സസ് ആയിരുന്നു എന്നാരും പറയാം. അങ്ങനെ പറയിപ്പിക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിശ്വസ്തമായിരുന്നു എന്ന് നമ്മൾക്ക് ഒരു ചാരിതാർത്ഥ്യ ബോധത്തോടെ ഇവിടുന്ന് പോകാൻ കഴിഞ്ഞാൽ അതിൽ പരം വലിയ ആത്മീയതയൊന്നും വേറെ ഇല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. എന്നാൽ ജീവകിരീടം, അപ്പോൾ ഇത് പാലിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഒന്ന് എന്താ? ജീവകിരീടമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ കിരീടം വാങ്ങുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളെ നമ്മളവിടെ ജീവിതത്തിൽ അവർ വിശ്വസ്തത പാലിച്ചവരാണ്. ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പെർഗമോ സഭയുടെ കാര്യത്തിലുണ്ട്. അവർ വിശ്വസ്തത പാലിച്ചു. സാത്താന്റെ പള്ളിക്കാർ അവർ ഉപദ്രവിച്ചു. പ്രതിബന്ധങ്ങൾ അവർക്ക് ധാരാളം ഉണ്ടായി. എന്നാൽ അവർ കർത്താവിനെ തള്ളി പറഞ്ഞില്ല. അവർ സഹിച്ചു. കർത്താവിന്റെ നാമം നിമിത്തം അവർ അതെല്ലാം സഹിക്കുകയാണ് ചെയ്തത്. അതാണ് അവർ പ്രകടമാക്കിയ വിശ്വസ്തത. അതിനാണ് എന്തുള്ളത്? ജീവകിരീടം പ്രതിഫലമായിട്ട് നൽകുന്നത്. രണ്ടാമത് ഇവിടെ പറയുന്ന ഒരു അല്പം സംശയമുളവാക്കാവുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട്. 11-ാം വാക്യം നോക്കിയേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത്, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ
ദോഷം സംഭവിക്കുകയില്ല. ഞാൻ പെട്ടെന്ന് ചോദ്യം ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് എളുപ്പത്തിൽ ക്ലാസ്സിന് അവസാനം. ഈ രണ്ടാം മരണം ഏതാ? പെട്ടെന്ന് പറ. എനിക്ക് കണ്ണടച്ച് ഉത്തരം പറയാവുന്ന ചോദ്യമായി. വളരെ ലളിതമായ ചോദ്യം. രണ്ടാം മരണം ഏതാ? രണ്ടും കൂടെ ഒന്ന് അറിയാം. രണ്ടാം മരണം എന്ന് പറയുന്നത് നരകം. ചേട്ടാ, രക്ഷിക്കപ്പെട്ട ആരെങ്കിലും നരകത്തിൽ പോകും? ഇതൊരു പ്രതിഫലമാണ്. ഇതപ്പോ ഒരു പ്രതിഫലമാവുന്ന എങ്ങനെ? ഇത് വലിയൊരു രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതിന് ചിലരെടുക്കുന്ന ഒരു തെളിവായത്. തെളിവെന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ഒരു വാക്യം, ഇതൊരു തെളിവൊന്നുമല്ല. അവർ പറയുന്നത് എന്താ? രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ അവർക്കെന്തുണ്ടാവും? രണ്ടാം മരണം, നരകത്തിൽ. വെളിപാട് 20:6 പറയുന്നുണ്ട്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആർക്കും എന്തില്ല? രണ്ടാം മരണമില്ല, നരകമില്ല. പിന്നെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? വേഗം ഞാൻ പറയട്ടെ, സമയം തീരുന്നുണ്ടാകട്ടെ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ കഷ്ടതയുടെ നടുവിലും പരീക്ഷയുടെ നടുവിലും അവൻ ആരായിരിക്കും? അവൻ വിശ്വസനായി. രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിലോ അവൻ പിന്മാറിപ്പോയെന്ന് പറയാൻ പറ്റുമോ? രക്ഷിക്കപ്പെട്ട ഒരാളാണ് പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. രക്ഷിക്കപ്പെടാത്തവൻ പിന്മാറ്റത്തിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ പരീക്ഷ വന്നാൽ, പ്രതിബന്ധം വന്നാൽ, പ്രതികൂലം വന്നാൽ അവന്റെ രക്ഷ അവൻ വെളിപ്പെടുത്തും. എങ്ങനെ? ഇതിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ തളർത്താൻ സാധിക്കില്ല. അവർക്ക് അവരുടെ മേലെ എന്തിന് അധികാരമില്ല? രണ്ടാം മരണത്തിന് അധികാരമില്ല. സൂക്ഷിച്ച് ചക്ക തുന്നിച്ച് നമ്മൾ വിളഞ്ഞതാണോ എന്ന് നോക്കുന്നത് പോലെ സൂക്ഷിച്ച് പഠിച്ചെങ്കിലേ ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെടും എന്നുള്ള കാര്യമല്ല. പിന്നെ രക്ഷിക്കപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രതിബന്ധം വന്നാലും അവന്റെ രക്ഷ അവൻ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പറഞ്ഞ് മരണപര്യന്തം ആരായിരിക്കും? വിശ്വസ്തനായി. അവരുടെ മേൽ സ്തോത്രം. രണ്ടാം മരണത്തിന് അധികാരമില്ല. അതാണ് ഈ വചനത്തിൽ ദൈവാത്മാവ് സൂചിപ്പിച്ചിരിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ പീഡാനുഭവ കാലഘട്ടത്തിൽ നിലനിന്ന ഒരു സ്ഥലം സഭയാണ് ഏത്? സ്മുർണ സഭ എന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുക. അനുസരിക്കാൻ മനസ്സുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിലെ അർത്ഥം എന്താ? അനുസരിക്കാൻ മനസ്സുള്ളവര് ഇത് കേൾക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അനുസരിക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇനിയും മൂന്നാമത്തെ സഭ പെർഗമോ സഭയാണ്. ഈ സഭയെക്കുറിച്ച് കൂടുതലൊന്നും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ 2 ക്ലാസ് തീരാൻ പോകുന്ന സമയമായതുകൊണ്ട് അത് തുടങ്ങി വെക്കുന്നതും അത്ര ഉചിതമല്ലാത്തത് കൊണ്ട് ഞാൻ ആ പേരൊക്കെ പറഞ്ഞിട്ട് ആ സഭയ്ക്ക് നൽകപ്പെടാൻ പറ്റുന്ന, ആ സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ, ആ സഭയുടെ ഒരു പേര്
ഇവിടെ നിന്ന് നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊരു സൂചന പറഞ്ഞു തരാം. ലോകവുമായിട്ട് ഇടകലർന്ന ഒരു സഭയായിരുന്നു പെർഗമോസ്. ദ വേൾഡ്ലി ചർച്ച്, ലൗകിക സഭ, ലോകത്തോട് ഇടകലർന്ന ഒരു സഭയായിരുന്നു ഏത്? പെർഗമോസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അബദ്ധം പറഞ്ഞത്, ആ അബദ്ധം തിരുത്തിപ്പോയില്ലെങ്കിൽ അത് ദൈവസേനയിൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്മുർണയിൽ 2 ലക്ഷം പുസ്തകങ്ങളുള്ള ഒരു വായനശാല, ലൈബ്രറി ഉണ്ടായിരുന്നു. സ്മുർണയിലല്ല, പെർഗമോസിലാണ്. പെർഗമോസിലാണ് അത്. ആ നോട്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒന്ന് തിരുത്തിയേക്കണം. എന്നിട്ട് പെർഗമോസിനോട് ചേർത്ത് എഴുതേണ്ട കാര്യമാണ്. 2 ലക്ഷം പുസ്തകങ്ങളുള്ള ഒരു വലിയ ലൈബ്രറി എവിടെ? ഈ പെർഗമോസിൽ ഉണ്ടായിരുന്നു. വലിയ ഒരു സാംസ്കാരിക നഗരമായിരുന്നു ഈ പെർഗമോസ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ സാമൂഹ്യ ബന്ധം അല്ലെങ്കിൽ ഈ സാമൂഹ്യമായി വളരെ അറിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നത് കൊണ്ട് പെർഗമോസ് സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? അത് ലോകവുമായി ഇടകലർന്നു. ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ ഉണ്ടായി. ലൗകിക സഭ, ജാതികളുടെ വഴി പഠിച്ച സഭ. വ്യക്തമായി പറയട്ടെ, പരസംഗം ഒരു പാപമല്ലാത്ത വിധത്തിൽ കണ്ട് അതിൽ തുടർന്ന സഭയായിരുന്നു പെർഗമോസ് സഭ. ദൈവമക്കളോട് ഇന്ന് രാത്രി പെർഗമോസ് സഭയോട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം, സമയമായതുകൊണ്ട്. സ്തോത്രം. വേർപാട് പാലിക്കുവാൻ ദൈവസഭയ്ക്ക് ബാധ്യതയുണ്ട്. ലോകത്തിൽ ഇരിക്കുന്നവരെങ്കിലും അതല്ല, ലോകക്കാരല്ല. ലോകത്തിൻ്റെ വഴി നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും പിന്തുടരാൻ പാടില്ല. കേട്ടല്ലോ, വളരെ ശ്രദ്ധിക്കണം. ഇസ്രായേലിന് ശാപം സംഭവിക്കയില്ല, ഇസ്രായേലിന് ശാപം ഭരിക്കയില്ല എന്ന് കണ്ട ബിലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം ഇവരെ എന്തായാലും ശപിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ നശിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒറ്റ വഴിയാണ്. ഒറ്റ വഴിയാണ്. ധാർമ്മിക അധപ്പതനം, ലൈംഗിക അരാജകത്വം. ഇത്രയും പച്ചതൊഴിച്ച് ഞാൻ പറയുകയാണ്. ഒറ്റ ദിവസം വീണത് 23,000 പേരാണ് ബാധമുള്ളത്. ദൈവമക്കൾ ഒരിക്കലും തരം പാപങ്ങളെ രാഘവത്വത്തോടെ കാണരുത്. ദൈവം കൊടുത്തതല്ലേ നമുക്ക് കൊടുത്താൽ എന്താ എന്നുള്ള വലിയ ഉപദേശമൊന്നും വലിയ ആത്മീയതയൊന്നും ഇതിൽ പുലർത്താൻ പാടില്ല. വിശുദ്ധി നിന്റെ ആലയത്തിന് ഉചിതം തന്നെ. ദൈവസഭ വിശുദ്ധമായി നടക്കുവാൻ ആവശ്യം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പെർഗമോസ് സഭ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ സഭയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കുള്ളതാണ് ഇവിടുത്തെയും സന്ദേശം. വിശുദ്ധമായി നിലനിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ സ്മുർണ സഭ
ദൈവസന്നിധിയിൽ പ്രദർശിപ്പിച്ച വിശ്വസ്തത ജീവപര്യന്തം പുലർത്തുവാൻ നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ